മലയാളം ഇൻഡസ്ട്രിയിൽ ഇത് ആദ്യമായിട്ടല്ല ഒരു ബുക്ക് അഡാപ്റ്റ് ചെയ്തൊരു മൂവി വരുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് വന്നിട്ടുണ്ട്, ഇനിയും വരാൻ ഒരുപാടുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ആടുജീവിതം എന്നൊരു മൂവിക്ക് മാത്രം ഇത്ര വലിയ പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ തന്നെ ഒരുപാട് പേര് വായിച്ചു, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോപ്പീസ് വിറ്റഴിച്ച ഒരു ബുക്കാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റിയൽ ലൈഫ് സ്റ്റോറിനെ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ വായിക്കുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു ബുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ ടീസർ വന്നപ്പോഴും ട്രെയിലർ വന്നപ്പോഴും ഇതിൽ ഓരോ സീക്വൻസും അല്ലെങ്കിൽ ഓരോ വിഷ്വലും ആ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര രീതിയിലാണ് കണക്ട് ചെയ്ത്. കാരണം ആ ഒരു ബുക്ക് വായിച്ചാലും അവർ എന്താണ് വിഷ്വലൈസ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് അവർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ കണ്ട അവരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ ടീസറും ട്രെയിലറിലൊക്കെ കണക്ട് ആയിട്ടുണ്ടെന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ്ലി വായിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ബുക്ക് വായിക്കാതെ ഞാൻ എങ്ങനെയാണ് ആടുജീവിതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ ആടുജീവിതം എന്ന മൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ പ്രസന്റേഷനും അല്ലെങ്കിൽ ഒരു ബുക്കിനെ ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയായിട്ട് വിഷ്വൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഡിയൻസിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. കംപ്ലീറ്റ്ലി ആ ഒരു മൂവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ബുക്ക് ഞാൻ കംപ്ലീറ്റ്ലി വായിക്കാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു പോവാം. ഞാൻ ഒരിക്കൽ ബുക്ക് കംപ്ലീറ്റ്ലി വായിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും. അത് ഉടനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ അധികം അങ്ങ് ബുക്ക് വായിക്കാത്ത ആളാണ്. കൂടുതലും വിഷ്വൽ പ്രസന്റേഷനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ എന്നാലും വായിക്കും. ഞാൻ വായിക്കുന്നതൊക്കെ ഒരുപാട് ടൈം എടുക്കും ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബുക്ക് സെലക്ട് ചെയ്യാനൊക്കെ. ഞാൻ അങ്ങനെ വിഷ്വലി നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആണ്, അല്ലെങ്കിൽ വിഷ്വലി ആണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടം. കാരണം നമ്മളിങ്ങനെ കണ്ട് സിനിമയായാലും സീരീസ് ആയാലും ഇങ്ങനെ കണ്ട് വളർന്നുകൊണ്ട് തന്നെ ബുക്ക് വായന കുറവാണ്. ഈ വായിക്കാറുണ്ട്, പക്ഷെ എല്ലാം കുറച്ചേ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് ആടുജീവിതത്തിലോട്ട് പോകാം. സോ ഈ ഒരു സിനിമയെ സംബന്ധിച്ചോളം ഈ ഒരു മൂവി ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഡിയൻസിനെയാണ്. ഒന്ന് ബുക്ക് വായിച്ചവരും, ഒന്ന് ബുക്ക് വായിക്കാത്തവരും. കാരണം ഈ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ ഒരു എൻ്റെ ട്രാവൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ ഡീറ്റെയിൽസ് എന്താണ്, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും അവരുടെ ലൈഫും അല്ലെങ്കിൽ അവർ സർവൈവ് ചെയ്തതും എല്ലാം, ലൈക്ക് ഈച്ച് ആൻഡ് എവരിത്തിങ് ആ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. പക്ഷെ നോൺ റീഡേഴ്സിന് അങ്ങനെയല്ല. അവർക്ക് ആ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് മാത്രം അറിയാം, എന്താണ് ശരിക്കും നടന്നത് അല്ലെങ്കിൽ എന്താണ് ബേസിക് തീം എന്ന് മാത്രമേ അറിയാറിയൂ. സോ ഈ രണ്ട് ഓഡിയൻസിനെയും അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരേ തരത്തിൽ തൃപ്തിപ്പെടുത്തുന്ന, അതായത് ആ ഒരു ബുക്കിനെ ടോട്ടലി ഇൻസ്പയർ ചെയ്തൊരു മൂവി ആക്കുമ്പോൾ അതിന് ഒന്നും ചേഞ്ച് ചെയ്യാതെ അതുപോലെ എടുത്ത് ആ ഒരു വിഷ്വൽ പ്രസന്റേഷനിൽ, എന്നാൽ ആ ഒരു മൂവിക്ക് വേണ്ട കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്താൽ മാത്രമേ അത് സക്സസ് എന്നൊരു എലമെന്റിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റീസെന്റ് പറയുകയാണെങ്കിൽ തന്നെ പൊന്നിൻ സെൽവൻ, ഈ പൊന്നിൻ സെൽവൻ എന്ന മൂവി ആ ഒരു സമയത്ത് റിലീസ് ആയപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ബുക്കുമായിട്ട് ഒരു തരത്തിൽ ആ ഒരു മൂവിയുടെ ക്ലൈമാക്സോ പല കാര്യങ്ങളും കണക്ട് ആയി പോയിട്ടില്ല. ചിലപ്പോൾ ആ ഒരു മൂവി എന്ന ഒരു കോൺസെപ്റ്റിലോട്ട് മാറ്റിയപ്പോൾ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി കുറെ ചേഞ്ച് ഒക്കെ കൊണ്ടുവന്നായിരിക്കാം. പക്ഷേ എൻ്റയർലി ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ റിലീസായതിനു ശേഷം ആ ബുക്ക് റീഡേഴ്സിന് ആ ഒരു മൂവി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു പൊന്നിൻ സെൽവൻ എന്ന ആ ഒരു എൻ്റയർ സ്റ്റോറി അറിയുന്നവർക്കും ആ ബുക്ക് വായിച്ചിട്ടുള്ളവർക്കും അതിന് ഇഷ്ടപ്പെടുന്നവർക്കും ആ ഒരു മൂവിയിലോട്ട് വന്നപ്പോൾ അത് ഒരിക്കലും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ബുക്കിനെ ഇൻസ്പയർ ചെയ്തിട്ട് മൂവിയായിട്ട് ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ബുക്കിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കംപ്ലീറ്റ്ലി വിഷ്വലൈസ്, അല്ലെങ്കിൽ സിനിമ എന്നൊരു കോൺസെപ്റ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പ്രസന്റ് ഒരുപാട് മൂവീസ് ഉണ്ട്. നമ്മളെ മലയാളത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ മതിലുകൾ, ചെമ്മീൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം ഹോളിവുഡിൽ നോക്കുവാണെങ്കിൽ ഹാരി പോട്ടർ ഉണ്ട്, ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ട്, ഹൗസ് ഓഫ് ഡ്രാഗൺസ് ഉണ്ട്. സോ ഇങ്ങനെ പറയാനാണെങ്കിൽ നല്ല ഒരുപാട് കിടിലം ബുക്സിനെ മൂവിയായിട്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബുക്കിനെ ഇൻസ്പയർ ചെയ്ത് കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ വിഷ്വൽ പ്രസന്റേഷനൊക്കെ ഒരുപാട് കാര്യം ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ സക്സസ്ഫുൾ പോകണമെന്നില്ല. സോ ഈ ഒരു ഫാക്ടറാണ് മെയിനായിട്ട് ഒരുപാട് ഒരു ഫേസ് ചെയ്യുന്ന ആ ഒരു ബുക്കിനെ ഇൻസ്പയർ ചെയ്ത് മൂവിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ആടുജീവിതം എന്നൊരു മൂവിയിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ട് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഈ ഒരു എൻ്റയർ മൂവി എന്ന് പറയുന്നത് ബ്ലസ് ചെയ്യുന്ന ഡയറക്ഷൻ ലൈഫിൽ തന്നെ ലൈക്ക് അയാൾ ഒരു പീക്ക് ടൈമിൽ, അതായത് പളുങ്കും, തന്മാത്രയും, അല്ലെങ്കിൽ ഒരു എന്ത് പറയാം, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ബിഗ് സ്റ്റാർസിനൊക്കെ വെച്ച് വേറെ ലെവൽ ഓഫ് മൂവീസ് ഒക്കെ തന്ന ഒരു ഡയറക്ടർ അയാളുടെ പീക്ക് ടൈമിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ വേണ്ടി ഇത്രയും ഒരു ടൈം എടുത്ത്, അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ആടുജീവിതം എന്ന ഒരു ബുക്കിന്റെ റൈറ്ററായിട്ട് ബെന്യാമിൻ കൂടെ ഈ ഒരു മൂവിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ബ്ലസ്സിന്റെ കൂടെ. കാരണം ഈ ഒരു മൂവിയിൽ ത്രൂ ഔട്ട് ജേണി ആ ഒരു റൈറ്ററും കൂടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റൈറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു ബുക്കിൽ കൂടി എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു റൈറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓഡിയൻസ് ആ ബുക്ക് വായിച്ചിട്ടുള്ളത് എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത് അതുപോലെ ആയിരിക്കും മൂവിയിലോട്ട് വരുമ്പോൾ. അല്ലാതെ രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആൾക്കാരോട് തിരിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ബുക്കിന്റെ തന്നെ ആ ഒരു ഫീൽ ഇല്ലാതാക്കാനുള്ള ചാൻസ് ഇവിടെ കുറവാണെന്നല്ല, അത് കംപ്ലീറ്റ്ലി ഉണ്ടാവാൻ തന്നെ ഒരു ചാൻസും ഇല്ല. കാരണം ആ ഒരു റൈറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റൈറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഓഡിയൻസ് എന്താണോ കണ്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കും ആ ഒരു എൻ്റയർ സ്റ്റോറി വിഷ്വലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ രണ്ട് കാറ്റഗറിയിലുള്ള ഓഡിയൻസിന് ഈ മൂവി നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആവും. ഇൻ കേസ് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ബുക്ക് എഴുതിയ റൈറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ അയാൾ എന്താണോ കണ്ടത്, ആ ഒരു ബുക്കിൽ കൂടെ ആ ഒരു ജേണി എന്താണോ സംസാരിച്ചത് അതുപോലെ ഈ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു മൂവി എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഓഡിയൻസിന് രണ്ട് പെർസ്പെക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് രീതി ഓഫ് പ്രസന്റേഷൻ ആയിരിക്കും പോകുന്നത്. കാരണം ആ ഒരു ബുക്ക് വായിച്ചവർക്ക് അവരെ ബുക്കിൽ കൂടി എന്താണോ കണ്ടത്, അല്ലെങ്കിൽ അവർ ആ ബുക്ക് വായിക്കുന്ന സമയത്തുള്ള അവരുടെ പെർസ്പെക്റ്റീവ്സ് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും ഈ ഒരു മൂവി ആയിരുന്നത്. അല്ലാത്ത നോൺ റീഡേഴ്സിന് ഇതൊരു സർവൈവൽ മൂവി ആയിട്ട് മാത്രം മാറിയേനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊന്നിൻ സെൽവനും അതുപോലെ ഒരുപാട് മൂവീസ് ഉണ്ട് ഈ ബുക്കിൽ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് വർക്ക്ഔട്ട് ആവാത്ത. സോ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലായിപ്പോയി. പക്ഷെ ആ ഒരു കാര്യം എന്തായാലും ഈ ഒരു മൂവിയിൽ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ മേക്കിങ്ങും നമ്മൾ ആ ട്രെയിലറിലും ടീസറിലൊക്കെ കണ്ടതാണ്.
അമ്മാതിരി ലെവൽ ഓഫ് വർക്കാണ് അവർ ഓരോ കാര്യങ്ങളും വളരെ ടൈം എടുത്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ട്രെയിലറും ടീസറും കണ്ടു തന്നെ മനസ്സിലാവും. ഈച്ച് ആൻഡ് എവറി ഫ്രെയിം അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി സീക്വൻസ് പോലും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൂ. അമ്മാതിരി ലെവൽ ഓഫ് മേക്കിംഗ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും മേക്കിംഗ് എങ്ങനെയായിരിക്കും നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആൻഡ് ഈ ഒരു മൂവിയുടെ ടീം ഈ ഒരു മൂവിക്ക് വേണ്ടി മാറ്റി വെച്ചത് 1-2 വർഷങ്ങളല്ല, 10-14 വർഷമാണ്. ആ ഒരു ഡയറക്ടറുടെ ലൈഫിൽ തന്നെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ വേണ്ടി അതൊരു 10-14 വർഷം വേറെ ഒരു സിനിമയും ചെയ്ത് മാറി നിന്നിട്ട് ഈ ഒരു മൂവിക്ക് വേണ്ടി ഡയറക്ടർ ഇറങ്ങി വരുന്നത്. ആൻഡ് രാജുവേട്ടൻ ആൾസോ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാത്ത ആൾക്കാർ ആരും ഇല്ല എന്നല്ല ഞാൻ പറയുന്നു. ഒരുപാട് പേരുണ്ട്, മലയാളത്തിലായാലും ഹോളിവുഡിലായാലും എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപാട് കിടിലം ട്രാൻസ്ഫോർമേഷൻ ആൾക്കാരുണ്ട്. പക്ഷെ രാജുവേട്ടൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷം നമുക്കൊരു കാര്യം സ്വപ്നം കാണുമ്പോൾ എത്ര വലുതായിട്ട് വേണം സ്വപ്നം കാണാം, അതായത് ഇഫ് യു ഡ്രീം ബിഗ് എന്നാണല്ലോ. സോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് രാജുവേട്ടൻ പറഞ്ഞതാണ്, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മ്യൂസിക് ഡയറക്ടറിനെ നോക്കുന്ന സമയത്ത് അവർക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് എ റഹ്മാൻ ആൻഡ് രണ്ടാമത്തെ ഹാൻസ് സിമ്മർ. അത് ആരാ എന്താന്ന് ഞാൻ അടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ആ ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ഈ ഒരു മൂവിക്ക് വരുന്നത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഹാൻസ് സിമ്മറിന്റെ ഇങ്ങനെ ഒരു മൂവി, ഓക്കെ സാർ ഈ ഒരു മൂവിക്ക് മ്യൂസിക് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മൂവിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ മൂവിയുടെ മേക്കേഴ്സ് അപ്പം കണ്ടൊരു വിഷൻ ഉണ്ടല്ലോ, ഈ ഒരു മൂവി ഏത് ലെവലിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയൊരു നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ അങ്ങനെ ഒന്നുമല്ല, ഏത് ലെവലിൽ കൊണ്ടെത്തിക്കണമെന്ന് അവർക്ക് അറിയാം. ആൻഡ് ഏത് ലെവൽ ഓഫ് മൂവിയാണെന്ന് അവർക്കറിയാം. ഒരു കൾട്ട് ക്ലാസിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ മൂവി റിലീസായി നമ്മൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും ഇവിടെ കൊണ്ട് ഈ മൂവിയുടെ ചർച്ചയും കാര്യങ്ങളും നിൽക്കാൻ പോകുന്നില്ല. ഒരുപാട് വർഷം കഴിഞ്ഞാലും ഒരു സർവൈവൽ മൂവി അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സർവൈവൽ മൂവി എന്നൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലെ മൂവീസിനൊക്കെ സംസാരിക്കപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ആടുജീവിതം കാണും. ആ ലെവൽ ഓഫ് മേക്കിംഗ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് ഇവർ എൻ്റയർ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പം രാജുവേട്ടനായാലും ആ ഒരു മൂവിയുടെ എൻ്റയർ ക്രൂ ആയാലും ഡയറക്ടർ ആയാലും ബാക്കി എല്ലാവരും അവരുടെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു പാർട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും, കോവിഡ് ടൈമിൽ അവർ അവിടെ ജോർദാനിൽ ട്രാപ്പായി പോയതും വരാൻ പറ്റാതെ. സോ അത് മാത്രമല്ല, അങ്ങനത്തെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് പല സ്ഥലങ്ങളിൽ പല സമയത്ത് അവർക്ക് എന്താ പറയുക, ഒരു ഷോട്ട് പോലും എടുത്ത സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോട്ട് പോലും എടുക്കാൻ സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോട്ടിന് വേണ്ടി ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യുക. കാരണം അവർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ പോലും ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് അവർ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ഒന്നൊരു ഇന്റർവ്യൂവിൽ പോലും ചോദിച്ചായിരുന്നു, ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ച് നമുക്ക് പല സ്ഥലങ്ങളിൽ പോവാതെ ഒരു സ്പോട്ടിൽ തന്നെ സെറ്റ് ഇട്ട് ആ റിയൽ ടൈമിൽ ഷൂട്ട് ചെയ്ത് VFX ബാക്കിയുള്ള ടെക്നോളജീസ് വെച്ച് ആഡ് ചെയ്ത് ചെയ്യാമല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് അല്ലെങ്കിൽ ആ ബുക്ക് വായിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്തതും ആ നജീബിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന ബുക്കിന്റെ ജേണിയൊക്കെ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ ഒരു മൂവി മേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് അവർ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു മൂവി ചെയ്തിരിക്കുന്നത്. നമുക്കത് ആ ഒരു മൂവിയുടെ BTS വീഡിയോ ആയാലും ആ ഒരു മൂവിയുടെ ട്രെയിലർ ആയാലും ടീസർ ആയാലും എല്ലാം കാണുമ്പോൾ മനസ്സിലാവും ഈ എൻ്റെ ഒരു അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതിൻ്റെ ഒരു ഫാക്ട് ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമില്ല, രാജുവേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറയണമെന്നേ ഉള്ളൂ. ആ ഗോഡ് ലൈഫ് എന്ന് എഴുതിയിരിക്കുന്ന ഫോണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്റ്റാർട്ടിങ് ടു ദ എൻഡ്. ആ ഒരു സ്റ്റാർട്ടിങ് ഗോട്ട് എന്നുള്ളത് ഭയങ്കര ബോൾഡായിട്ട് കുറച്ച് ഫോണിൻ്റെ സൈസൊക്കെ വലുതാണ്. പിന്നീട് ആ ഒരു ഇയിലോട്ട് വരുമ്പോൾ സൈസ് കുറഞ്ഞു വരുന്നത്. അതെന്താണെന്ന് മനസ്സിലായി, ആ ഒരു ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് ആ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ആ നജീബിൻ്റെ ലൈഫിൽ ആ ഒരു എൻ്റയർ ജേണി സംസാരിക്കുന്നതും ആ ഫോണ്ടിൽ പോലും അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫോണ്ടിൽ പോലും അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ എൻ്റയർ മൂവിൽ നമുക്കറിയാം ഈച്ച് ആൻഡ് എവറി സീക്വൻസ്, ഈച്ച് ആൻഡ് എവറി ഫ്രെയിം അത്രമാത്രം അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു മൂവിയുടെ ട്രെയിലറും ടീസറിൽ തന്നെ കാണാൻ പറ്റും. സോ എന്തായാലും ഈ ഒരു മൂവി വലിയൊരു സക്സസ് ആവട്ടെ, അല്ലെങ്കിൽ ഈ ഒരു മൂവി നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏതൊരു അവാർഡ് ഫംഗ്ഷൻസ് ആയാലും, ഞാൻ പറയുന്നത് ഇന്ത്യയിലുള്ള ഇവിടുത്തെ കാര്യങ്ങളൊന്നുമല്ല, പുറത്ത് ഓസ്കാറിൽ കൊണ്ടുപോകുന്ന പറയുന്നത് നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഭയങ്കര പാടാണ്. ഒരുപാട് പൈസ ചിലവുണ്ട്. ഇപ്പോൾ രാജുവേട്ടൻ പറഞ്ഞായിരുന്നു ഇന്റർവ്യൂവിൽ പോലും, ഒരു ഓസ്കാർസിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത്രമാത്രം എക്സ്പെൻസ് ഉണ്ട്. പിന്നെ LAയിലുള്ള സെലക്ടഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സിൽ അവിടുത്തെ ജൂറീസ് ഈ മൂവി കണ്ടിരിക്കണം. പിന്നെ അവിടെ സെലക്ടഡ് തിയേറ്റേഴ്സിൽ ഒരുപാട് ദിവസം ഈ മൂവി ഓടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മറികടന്ന് അതെല്ലാം ചെയ്ത് ഈ മൂവി ഓസ്കാർസിൽ എത്തി. ബെസ്റ്റ് മൂവി എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും മാൻ. അത് ഞാൻ സത്യം പറയാം, എനിക്ക് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഓസ്കാർസിന് പോകണം, ഓസ്കാർ അടിക്കണമെന്നാണ്. എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അല്ലെങ്കിൽ മലയാള മൂവിയാണ് അവിടെ പോയാലും അടിക്കില്ല, എന്ത് വേണം നിങ്ങൾ പറഞ്ഞോ, പക്ഷേ ഇങ്ങനത്തെ ലെവൽ ഓഫ് മൂവി ഉണ്ടല്ലോ, ഇതിനൊക്കെ ഓസ്കാർ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏതിനാണോ. സോ എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ ആടുജീവിതം റിലീസ് ആവാനായിട്ട്. ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി. സോ നിങ്ങൾക്ക് ആ ഒരു മൂവിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.